ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജാനകി തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം പറയുവാണ് അഭിയോട്. അതുപോലെ തന്നെ അമ്മയെ എരിവേറ്റുവിടാൻ വീട്ടിൽ 100 പേരുണ്ടല്ലോ എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജാനകി പറയുന്നു. അപ്പോൾ കുറ്റപ്പെടുത്തലുകളുമായിട്ട് അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് പോകില്ലെന്നാണ് ഞാൻ കരുതുന്നത്. അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടും കുറേ നാളുകളൊക്കെ ആയില്ലേ എന്നൊക്കെ അഭി ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ എനിക്ക് പറ്റിപ്പോയ വലിയൊരു തെറ്റിൻ്റെ ശിക്ഷയാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ജാനകി അഭിയോട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുവാണ്. അപർണയ്ക്ക് വേണ്ടി ഞാൻ ഒരിക്കലും വാദിക്കാനായി പാടില്ലായിരുന്നു പറയുമ്പോൾ നീ അജയ്ക്ക് വേണ്ടി അപർണയെ പ്രപ്പോസ് ചെയ്ത് തെറ്റായി പോയെന്ന് അച്ഛൻ ഒരിക്കലും കരുതിയിട്ടില്ല. അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. എന്നോട് അച്ഛനായിട്ട് തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ജാനകി. അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ നീ ചെയ്തത് 100% ശരിയായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ എന്ത് ശരിയെന്ന് അബേട്ടൻ നീ പറയുന്നേ? ശത്രുവിൻ്റെ മകളെ ഈ വീട്ടിൽ കയറ്റിയതാണോ ഞാൻ ചെയ്ത ഏറ്റവും വലിയ ശരിയെന്ന് ജാനകി ചോദിക്കുക. ശത്രുത ഇല്ലാതാകുമെന്ന് കരുതിയ ഞാൻ വെറും മടിയായി പോയില്ലേ എന്നും ജാനകി അഭിയോട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു. അവൾ തുടങ്ങി വെച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ എല്ലാ കാരണവും എന്നും പറഞ്ഞ് ജാനകി എല്ലാം തുറന്ന് സംസാരിക്കുവാണ്. മറ്റുള്ളവരുടെ മുന്നിൽ അഭിയേട്ടനെ അവൾ അന്യനാക്കി മാറ്റിയില്ലേ എന്ന് ചോദിച്ചു. പിന്നെ കൂടപ്പിറപ്പുകളുടെ ഇടയിൽ വിഷം കുത്തിവെച്ചില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അപർണ ചെയ്തതെല്ലാം ജാനകി ഏറ്റു പറയുമ്പം എല്ലാത്തിനും ഒരു മറുവശം കൂടി ഉണ്ട് ജാനകി, നീ അത് മനസ്സിലാക്കാനായിട്ട് പറയും. അച്ഛൻ ചിന്തിച്ചതും പ്രവർത്തിച്ചതും എല്ലാം ശരികളായിരുന്നു എന്ന് അഭി ജാനകിയോട് ഇങ്ങനെ പറയുന്നുണ്ട്. നീ ഒരു വിവാഹാലോചന കൊണ്ടുവന്നു എന്ന് കരുതി അച്ഛനത് സമ്മതിച്ച് തന്നതാണെന്ന് നീ ഒരിക്കലും കരുതണ്ട എന്ന് അഭി ജാനകിയോട് പറഞ്ഞു കൊടുത്തിട്ട് അതിന് വ്യക്തമായ കാരണം അച്ഛനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം അച്ഛന് നന്നായിട്ട് അറിയാമായിരുന്നു. അച്ഛനെ സ്വാധീനിക്കാനായിട്ട് ആർക്കും കഴിയില്ല എന്ന് പറയുമ്പോൾ അഭിയേട്ടൻ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ജാനകി തിരിച്ചു പറയുക. അധികമൊന്നും നീയായിട്ട് മനസ്സിലാക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് നേരം അഭി പറയുവാണ്. പറഞ്ഞു മനസ്സിലാക്കിയതിൻ്റെ ഒരു വേദനയിലാണ് ഞാൻ, അതെനിക്ക് മറക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞ് അഭി ഇങ്ങനെ ജാനകിയെ സമാധാനിപ്പിക്കുകയാണ്. എൻ്റെ നെഞ്ചിലെ ചിത അത് ഒരിക്കലും ഒരു കാലത്തും കെട്ടടങ്ങില്ലെന്നും പറഞ്ഞ് അഭി തൻ്റെ സങ്കടങ്ങൾ ഇങ്ങനെ പറഞ്ഞ് വിങ്ങി പൊട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് അച്ഛൻ്റെ ചിത കത്തുന്നതിൻ്റെ അരികിൽ പോയിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഭയങ്കര കരച്ചിൽ. അപ്പോഴത്തേക്കും ജാനകി അങ്ങോട്ടേക്ക് വന്നു. ജാനകി വന്ന് അഭിയെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിൽ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒറ്റപ്പെട്ട് നിസ്സഹായരായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് തമ്പിയാട്ടോ. തമ്പിയാണെന്നുണ്ടെങ്കിൽ രാത്രി അന്ന് സൂര്യയും മക്കളും കൂടെ തല്ലിച്ചതച്ചതും പിന്നെ മുഖം മൂടി മാറ്റി തന്നെ കാണിച്ചു കൊടുത്തതും ഒക്കെ ഇങ്ങനെ ആലോചിക്കുക. അതെല്ലാം ഇരുന്ന് ആലോചിച്ചത്. പിന്നെ റൂമിൽ വന്ന് കമ്പി പഴുപ്പിച്ച് നിന്റെ വയറ്റത്ത് ഞാൻ വെക്കൂടാ, അവിടെ വെക്കൂടാ, ഇവിടെ വെക്കൂടാ എന്നൊക്കെ പറഞ്ഞ് അളകാപുരിയിൽ കയറി ചെന്ന് സൂര്യയെ ഭീഷണിപ്പെടുത്തിയത് ഇതെല്ലാം ആലോചിച്ചിട്ട് കവളൊക്കെ തിരുമ്മി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി പ്രതിയോഗികളില്ലല്ലോ. അങ്ങനെ ഇരുന്നിങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല തമ്പിക്ക്. അപ്പോഴത്തേക്കും ഭാര്യ അങ്ങോട്ടേക്ക് കോഫിയൊക്കെ ആയിട്ട് വന്നു, കൊണ്ടുവന്ന് കൊടുത്തു. ചായ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുക. പേടിച്ചു പോയി. ഇനി ആത്മാവായിട്ട് സൂര്യ വരുമെന്നുള്ള പേടി. അതെ, അവസാനമായിട്ട് സൂര്യനാരായണൻ എനിക്കിട്ടൊരു പണി തന്നിട്ടാടി പോയത് എന്ന് തമ്പി ഭാര്യയോട് പറയാം. പണിയോ? അവൻ്റെ കള്ളക്കളി എനിക്ക് പൊളിക്കാനും കഴിഞ്ഞില്ലല്ലോടാ. ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങളെ ആരോ കരുതി കൂട്ടി ആക്രമിച്ചതാണെന്ന കാര്യം ഭാര്യ പറയുമ്പോൾ തുറച്ചു നോക്കുക തമ്പി. അന്നത്തെ മദ്യത്തിൻ്റെ ലഹരിയിൽ നിങ്ങൾക്കത് സൂര്യയായിട്ട് തോന്നി. അത് നിങ്ങൾ അങ്ങനെ മനസ്സിൽ ഓർപ്പിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ നിർത്തടി എന്ന് പറഞ്ഞുകൊണ്ട് അതിനോട് ചൂടായി. എടി എത്ര കഴിച്ചാലും ബോധം പോകുന്നവരൊന്നും അല്ല തമ്പി. ബോധം പോകുമെങ്കിൽ പിന്നെ ഞാൻ ക്ലബ്ബിൽ നിന്ന് വണ്ടി ഓടിച്ച് എങ്ങനെയാണ് വീടിൻ്റെ ഗേറ്റ് വരെ എത്തിയത്? ഓർക്കപ്പുറത്ത് അടി വീണ ആരുടെ ആണെങ്കിലും മനസ്സ് പതറിപ്പോകുമെന്ന് പറയുമ്പോൾ വസുന്ധരയുടെ വായിലിരിക്കുന്നൊന്നും നീ ദൈവത്തെ ഓർത്ത് നിങ്ങളിത് ആരോടും പറയാൻ നിൽക്കല്ലേ മനുഷ്യ. നിങ്ങൾക്ക് തന്നെ അതിൻ്റെ നാണക്കേടുണ്ടാകാൻ പോകുന്നതെന്ന് ഭാര്യ പറയുമ്പോൾ ശരിയോ എന്ന് പറഞ്ഞുകൊണ്ട് തമ്പി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഭാര്യ കൊടുത്ത ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അപർണ വിളിച്ചായിരുന്നു അടി? വിളിച്ചു. നമ്മൾ മരണം കഴിഞ്ഞ രാത്രി തന്നെ തിരിച്ചു പോരേണ്ടവരല്ല വിശ്വട്ടാ. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാമെന്ന് പറയുമ്പം പോയിട്ട് വരാനല്ല നമ്മളിനി അങ്ങോട്ടേക്ക് പോകുന്നത്, അവിടെ കുറച്ചു കാലം ജീവിക്കാനാണെന്നും എൻ്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ടടി. സൂര്യനാരായണൻ്റെ വിൽപത്രമൊക്കെ അങ്ങ് ഷെൽഫിൽ ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ എൻ്റെ മോളെ അങ്ങോട്ടേക്ക് അയച്ചതേ അവൾ കാണൊരുത്തനെ കിട്ടാത്തത് കൊണ്ടൊന്നുമല്ല, അളകാപുരിൽ അടിത്തറ തോണ്ടാൻ വേണ്ടി തന്നെയാണെന്നും പറഞ്ഞ് തമ്പി വീണ്ടും ഭാര്യയോട് വെല്ലുവിളിയായിട്ട് സംസാരിക്കുന്നു. നീ അതുകൊണ്ട് റെഡി ആയിക്കോളാൻ പറഞ്ഞു. എടി വസുന്ധരേ, അവൻ്റെ അതേ വിഷമുള്ള ഐറ്റമാണ് അവൻ്റെ അമ്മയെന്ന് പറയുന്ന ആ തള്ള. ഇനി തുടങ്ങി വെക്കേണ്ടത് ആ സ്ത്രീയിൽ നിന്നാണെന്നും അത് കഴിഞ്ഞ് അവൻ്റെ ഭാര്യയിൽ നിന്ന്. പിന്നെ ഓരോ പേരുകളും മനസ്സിൽ എഴുതിയിട്ട് തന്നെ തമ്പി ഇറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ് നിൽക്കുമ്പം നിങ്ങളും മോളും ചെയ്ത കുടുംബത്തിനോട് ഇത്രയൊക്കെ ചെയ്തില്ലേ? ഇനി എത്രയോ കാലം ജീവിക്കേണ്ട മനുഷ്യനെയാ നിങ്ങളായിട്ട് വീഴ്ത്തി കളഞ്ഞതെന്ന് ഭാര്യ ചോദിച്ചു. ഒടുവിൽ അയാൾ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തില്ലേ?
എന്ത് പകയും മരണം വരെ ഉള്ളൂന്ന് പറയുമ്പം എടി എൻ്റെ പക അങ്ങനെ തീരുന്നല്ലടി. എൻ്റെ മോൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ സൂര്യനാരായണൻ്റെ കുടുംബവും അവൻ്റെ സാമ്രാജ്യവും പിടിച്ചടക്കാൻ അവൾക്ക് കഴിയും. നീ നോക്കിക്കോ. അതിനെ ഞാനൊന്ന് കൂടെ നിന്ന് കൊടുത്താൽ മാത്രം മതി. എല്ലാത്തിനും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യം അത് നിങ്ങൾ മറന്നു പോകരുതെന്ന് പറയുമ്പോൾ എടി തമ്പിക്കിനി എന്ത് തിരിച്ചടിയാടി ഉണ്ടാകാൻ പോകുന്നത്? നീ പുറപ്പെടാൻ തയ്യാറാകാൻ പറഞ്ഞു. സൂര്യനാരായണനില്ലാത്ത അളകാപുരിയിൽ ഇനി തമ്പിയുടെ ഭരണം തുടങ്ങാൻ പോവുകയാണെന്നും പറഞ്ഞു തമ്പി ഭയങ്കര അഹങ്കരിച്ച് അങ്ങനെ അങ്ങ് പോയി. ഭാര്യ അവിടെ നിൽക്കും. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പൊന്നു ആട്ടോ. പൊന്നു കരഞ്ഞുകൊണ്ട് ഓടി വരുക. എന്നിട്ട് അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നിട്ട് തലേണ്ണ എടുത്ത് കെട്ടിപ്പിടിച്ച് അച്ചാച്ചാ അച്ചാച്ചാന്ന് വിളിച്ച് ഭയങ്കര കരച്ചില്ല. അപ്പോഴത്തേക്കും ജാനകി അങ്ങോട്ടേക്ക് വന്നു കൊച്ചിൻ്റെ പുറം. അപ്പം മോളെ നീ എന്താ ഈ ചെയ്യുന്ന എഴുതേക്ക് മോളെ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും നിരഞ്ജനിയും അമൃതയൊക്കെ ശബ്ദം കേട്ടുകൊണ്ട് വന്നു. എന്താ ഏട്ടത്തിയെന്ന് ചോദിച്ചു. അപ്പോൾ അതേ അച്ചാച്ചനെ കാണണമെന്നും പറഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയതാണെന്ന കാര്യം പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടൊന്നും ഇവള് കേൾക്കുന്നില്ലെന്നും പറയൂ കേട്ടോ. അപ്പോൾ വാശി കാണിക്കല്ലേ മോളെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമൃതയും നിരഞ്ജനയും ഒക്കെ പറയുന്നുണ്ട്. കൊച്ചാണെങ്കിൽ ഭയങ്കര കരച്ചില്ല. എനിക്ക് അച്ചാച്ചനെ കാണണം എന്നും പറഞ്ഞ. അപ്പോൾ എന്നോട് തിരുമേനി പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിരുന്നത് എൻ്റെ അച്ചാച്ചനെ ദേവി രക്ഷിക്കുമെന്നായിരുന്നു എന്നും പൊന്നുവിൻ്റെ അച്ചാച്ചനെ ദേവി രക്ഷിച്ചില്ലെന്നൊക്കെ പറയാം. എന്താ ദേവി രക്ഷിക്കാഞ്ഞതെന്നൊക്കെ ചോദിച്ച് പൊന്നു ഭയങ്കര കരച്ചില്ല. എനിക്ക് എൻ്റെ അച്ചാച്ചനെ കാണണമെന്നും പറഞ്ഞാണ് കുഞ്ഞു കരയണത്. ഇവരാകെ നിസ്സഹായരായിട്ട് ഇങ്ങനെ കൊച്ചിനെ നോക്കി നിൽക്കുക. ജാനകിയാണ് കുഞ്ഞിനെ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പൊന്നു അടങ്ങുന്നില്ല. ദേ അമ്മ ഇങ്ങനെ സങ്കടപ്പെടുത്താതെ നീ വാ നമുക്ക് മുറിയിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ വേണ്ട എന്നെ വിട് എന്നും പറഞ്ഞുകൊണ്ടായി കരച്ചില്. അപ്പോൾ എൻ്റെ പൊന്നുമോള് വാ അമ്മ പറയുന്നത് കേൾക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ അച്ചച്ചൻ്റെ കട്ടിൽ കുറച്ച് നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ കിടക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജാനകി നിർബന്ധം പിടിക്കുമ്പോൾ ജാനകി അവളെ തടയണ്ടാന്ന് പറഞ്ഞു നിരഞ്ജന. ഇനി പൊന്നു അമ്പലത്തിലും പോവില്ല, ദേവിയോട് പ്രാർത്ഥിക്കുകയില്ല എന്നും പൊന്നു അവിടെ ഇരുന്ന് ഇങ്ങനെ പറയാം. ദേവി എൻ്റെ അച്ചാച്ചനെ രക്ഷിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് കുഞ്ഞ് ഭയങ്കര കരച്ചില്ലേ. ഇവരെന്ത് ചെയ്യാൻ? ഇവർ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കാനല്ലേ പറ്റുള്ളൂ. അങ്ങനെ നിൽക്കുകയാണ്. അപ്പം മോൾ അങ്ങനെയൊന്നും പറയരുത്. അച്ചാച്ചന് പോകാനുള്ള സമയമായതുകൊണ്ടല്ലേ അച്ചാച്ചൻ പോയതെന്നൊക്കെ ജാനകി പറയുമ്പോൾ വേണ്ട ദേവി പൊന്നുവിൻ്റെ പ്രാർത്ഥന കേൾക്കാത്തതാണെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലാട്ടോ. അവരെല്ലാവരും ഭയങ്കര വിഷമിച്ച് നിൽക്കുമ്പം മോളെ അച്ചാച്ചൻ കിടപ്പിലായിരുന്നില്ലേ? പൊന്നു ദേവിയോട് പ്രാർത്ഥിച്ചത് കൊണ്ടല്ലേ അച്ചാച്ചൻ കുറച്ച് ദിവസം കൂടി ജീവിച്ചിരുന്നത് എന്ന് അമൃത ചോദിക്കുവാണ്. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ച് പൊന്നുവിൻ്റെ അച്ചാച്ചൻ മരിച്ചു പോകില്ലായിരുന്നു എന്ന് അമൃത ഇങ്ങനെ കുഞ്ഞിനോട് പറയുക. അപ്പോൾ കുഞ്ഞിരുന്ന് കരച്ചിലാട്ടോ. അപ്പോൾ അത് സത്യമാണ് മോളെ, സത്യമാണെന്നും വീട്ടിൽ വന്നിട്ട് അച്ചാച്ചനെ നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു നിരഞ്ജന. അത് ദേവിയോട് പൊന്നു പ്രാർത്ഥിച്ചത് കൊണ്ടാണെന്നൊക്കെ പറയുമ്പം അമ്മ പോയിക്കോ ഞാൻ വരില്ല, പൊന്നു ഇവിടെ കിടന്നോളാവെന്നും പറഞ്ഞുകൊണ്ട് പൊന്നു ഭയങ്കര വഴക്ക്. അപ്പോൾ വാശി പിടിക്കാതെ എൻ്റെ പൊന്നു വാ പൊന്നു, അമ്മയല്ലേ മോനെ വിളിക്കുന്നത്, വാ പൊന്നു എന്ന് പറയുമ്പോൾ പൊന്നുവിന് ഇപ്പം അച്ചാച്ചനെ കാണണം അമ്മേന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില്ല. അപ്പോൾ ഏട്ടത്തി അവളെ റൂമിലേക്ക് കൊണ്ടുപോയി ഏട്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് അമൃതയും പറഞ്ഞു. പിന്നെ പിടിച്ചു വലിച്ച് കുഞ്ഞിനെയും കൊണ്ട് ജാനകി അങ്ങ് പോയി. അമൃതയും നിരഞ്ജനയും കൂടെ ചങ്കു പൊട്ടുന്ന വേദനയോടെ ആ മുറിയിൽ ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ അഭിയെ കാണിക്കുന്നു. അഭി ഇങ്ങനെ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചില്ല. അപ്പോൾ അമ്മൽ അങ്ങോട്ടേക്ക് ചെന്നു. അഭിയേട്ടാ താഴെ ഏട്ടനെ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവരോടൊക്കെ ഞാൻ ഓരോന്ന് പറഞ്ഞു മടക്കി അയക്കുകയായിരുന്നു എന്ന് അമൽ പറയുമ്പോൾ എനിക്കൊന്നിനും മനസ്സ് വരുന്നില്ലടാ. വരുന്നവരെയൊക്കെ നീ കണ്ട് സംസാരിച്ചാൽ മതി എന്ന അബി ഇങ്ങനെ അമലിനോട് പറയാം. മറ്റുള്ളവരൊക്കെ അച്ഛൻ്റെ മരണം ഏതു നിമിഷവും ആഗ്രഹിച്ചിരുന്നവരാണെന്നും പ്രതീക്ഷിച്ചിരുന്നവരാണെന്നും നമുക്കത് അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നും അബി അമലിനോട് പറയുന്നുണ്ട്. പിന്നെ അവസാന നാളുകളിൽ അച്ഛൻ എന്നെയും നിന്നെയും കണ്ടത് മക്കളായിട്ടല്ലെന്നും അച്ഛൻ്റെ ഫ്രണ്ട്സായിട്ടായിരുന്നെന്ന കാര്യമൊക്കെ നമ്മുടെ അബി ഇങ്ങനെ അമലിനോട് പറഞ്ഞ് കരയണത്. മനസ്സിൽ നിന്ന് അതൊക്കെ എങ്ങനെ പെട്ടെന്ന് വിട്ടുപോകൂടാ. അപ്പോൾ ഞാനിനി എത്ര നാൾ മക്കളെ എന്ന് അച്ഛൻ ഇടയ്ക്കൊക്കെ പറയുമ്പോൾ എല്ലാം അച്ഛൻ അറിയാമായിരുന്നു എന്ന് തോന്നിപ്പോവുകയാണെന്നുള്ള കാര്യം അമൽ അന്നേരം പറഞ്ഞു. അപ്പോൾ അബിയും ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അച്ഛൻ കിടപ്പ് രോഗിയായിട്ടല്ല, അവസാന നാളുകളിൽ എല്ലാം അനുഭവിച്ചും ആസ്വദിച്ചും തന്നെയാണ് പോയതെന്നുള്ളത് നമുക്കറിയാം. അച്ഛൻ്റെ വേർപാടിൽ മനസ്സ് പൊള്ളുമ്പോഴും അതൊരു അഭിമാനമായിട്ടാണ് ഏട്ടാ എനിക്ക് തോന്നുന്നതെന്നൊക്കെ അമൽ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ അച്ഛൻ സൂര്യനാരായണൻ ആണൊരുത്തനായിരുന്നു എന്നും അച്ഛനെ സ്നേഹിക്കുന്ന ഓരോ മക്കൾക്കും അതിൽ കൂടുതൽ സന്തോഷം വേറെന്താ വേണ്ടതെന്നും അമൽ ഇങ്ങനെ അഭിയെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് അഭിയേട്ടൻ ഒരിക്കലും ഇങ്ങനെ തളർന്നിരിക്കരുത്. അഭിയേട്ടൻ തളർന്നു പോയാൽ ഈ വീടിൻ്റെ എല്ലാ താളവും തെറ്റുമെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുവാണ് അമൽ. പക്ഷേ ഇല്ലടാ, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. അച്ഛനില്ല എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എനിക്കതിന് സാധിക്കുമെന്ന് എനിക്കറിയില്ല. കമ്പനി കാര്യങ്ങളൊക്കെ നീ തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയെന്നുള്ള കാര്യങ്ങൾ അമലിനോട് ഇങ്ങനെ നമ്മുടെ അഭി പറഞ്ഞു.
ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ ബാക്കി വെച്ചിട്ട് അച്ഛൻ പോയിരിക്കുന്നതെന്ന കാര്യവും അമലിനോട് പറഞ്ഞു കേട്ടോ. അതിൻ്റെ യാഥാർത്ഥ്യത്തെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞാലേ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടുകയുള്ളൂ എന്ന കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അജയ് വരുന്നത്. ഇവരുടെ സംസാരം കേട്ട് ഒരു കൂസലും ഇല്ലാതെ ഇവരുടെ അടുത്തേക്ക് വരുവാണ്. വന്ന് ഇവരെ തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണത്തെപ്പറ്റി എനിക്ക് ചില സംശയങ്ങളുണ്ട് എന്ന് അജയ് അന്നേരം പറഞ്ഞു. ഇവരന്നേരം അമലും ആബിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. നിങ്ങൾ രണ്ടുപേരും ആയിരുന്നല്ലോ രോഗാവസ്ഥയിൽ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് നിങ്ങളോട് ഞാനിത് ചോദിക്കുന്നത് എന്ന് അജയ് ഇങ്ങനെ പറയുവാണേ. അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ഇവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ എന്താ അജയേട്ടൻ്റെ സംശയം ചോദിച്ചാൽ അമൽ എഴുന്നേറ്റു. ഞങ്ങൾക്കറിയാമെങ്കിൽ പിന്നെ അജയേട്ടനോട് എന്തിനു പറയാൻ മടിക്കണമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയെങ്കിലും അച്ഛൻ്റെ കാര്യങ്ങൾ അജയേട്ടനൊന്ന് അന്വേഷിക്കാനും അമൽ പറഞ്ഞു. തമ്പി പറഞ്ഞ് നടക്കുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം അയാൾ എന്തെല്ലാം പറഞ്ഞ് നടപ്പുണ്ട്, ഏത് കാര്യത്തെ പറ്റിയാണെന്ന് നിങ്ങൾ തെളിച്ചു പറയാനായിട്ട് ഇങ്ങനെ പറയണു. അപ്പോൾ അച്ഛൻ്റെ രോഗം അത് അഭിനയമായിരുന്നോ എന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അച്ഛൻ്റെ രോഗം അഭിനയമായിരുന്നോ എന്ന് അജയ് ചോദിക്കുമ്പം അച്ഛൻ രാത്രി തമ്പിയെ തല്ലിയ കഥയല്ലേ ഈ പറയുന്നതൊക്കെ എന്ന് ചോദിച്ചപ്പം എന്താ ശരിയല്ലേ, നിനക്ക് അങ്ങനെ എങ്ങാനും സംഭവിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് അഭി ചോദിക്കുമ്പോൾ എടാ എഴുന്നേറ്റ് നടക്കാനുള്ള ശക്തി അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇത്ര പെട്ടെന്ന് അച്ഛന് മരണത്തിന് കീഴടങ്ങേണ്ടി വരുമായിരുന്നോ എന്ന് അഭി ചോദിക്കുക. തമ്പിയെ പോലെ ഒരാളെ തല്ലാൻ പോകുന്ന ആൾ എന്തായാലും നല്ല ആരോഗ്യമുള്ള ഒരാളായിരിക്കുമല്ലോ എന്ന് അഭി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. തമ്പിയെ മാത്രമല്ല ഉണ്ണിത്താൻ സാറിൻ്റെ നേരെയും ഇരട്ടടി ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും നമ്മുടെ അജയ് ഇങ്ങനെ പറഞ്ഞു. അന്നേരം ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുക. അത് അച്ഛനെ കിട്ടിയ പുതിയൊരു പൊൻതൂവലാണല്ലോ അഭിയേട്ടാ എന്ന് അമൽ ഇങ്ങനെ പറയുവാണ്. അച്ഛൻ അങ്ങനെ അടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിയവരൊക്കെ അർഹിക്കുന്നവർ തന്നെയാണെന്ന് നമ്മുടെ അമൽ പറഞ്ഞു. അപ്പോഴും അജയ് ഇങ്ങനെ വലിയ ആള് കളിച്ച് താനെന്തോ നേടി കണ്ടെത്തിയ പോലെ നിൽക്കാം. അതെൻ്റെ ഭാര്യയുടെ അച്ഛനാണെങ്കിലും നിരഞ്ജനയുടെ അച്ഛനാണെങ്കിലും ഇരട്ട തല്ലിയത് അച്ഛനാണെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അച്ഛനെ അവർ നല്ലതുപോലെ ദ്രോഹിച്ചത് കൊണ്ടായിരിക്കും എന്നുള്ള കാര്യം അമൽ ഇവനെ വെല്ലുവിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ എഴുന്നേറ്റിരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുമ്പോഴാണ് നിങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞപ്പം തമ്പി നിന്റെ ഭാര്യയുടെ അച്ഛനാ, അയാൾ എന്തിനാ ഇങ്ങനൊരു കഥ ക്രിയേറ്റ് ചെയ്യുന്നത്? അപ്പം നീ ഒരു അഡ്വക്കേറ്റ് അല്ലേ അജയ്? അയാൾ പറയുന്നത് നിനക്ക് വിശ്വാസമാണെങ്കിൽ അച്ഛൻ എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്നുള്ളതിന് എന്തെങ്കിലും തെളിവ് നിന്റെ കയ്യിലുണ്ടോ എന്ന് അഭി ചോദിക്കാം. അപ്പോൾ അജയ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണേ. അതോ അച്ഛൻ എഴുന്നേറ്റ് പോകുന്നത് നീ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഇവന് പണി കിട്ടുമെന്ന് ഇവനറിയാം. അപ്പോൾ കണ്ടെങ്കിൽ നീ ഞങ്ങളോട് പറയാനായിട്ട് അഭി ഇവനോട് നിർബന്ധിക്കുക. അഭി അന്നേരം നിന്നിങ്ങനെ നാലുപാട് നോക്കി ആലോചിക്കുകയാണ് പണിയാവുമോ എന്നുള്ളൊരിത്. അവനൊന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോയാ നേരം അജയ്. അപ്പോൾ ഇവനെന്താടാ ഇങ്ങനെ ഒരു സംശയം ഇപ്പോൾ തോന്നാനെന്ന് അഭി ചോദിക്കുമ്പോൾ തമ്പി പറഞ്ഞു തന്നെ ആയിരിക്കും ഏട്ടാ, ഉണ്ണിത്താൻ വക്കീലിനും തല്ല് കിട്ടിയില്ലേ? അപ്പോൾ അജയേട്ടൻ ഇവിടെ വന്നതിന് ശേഷം അച്ഛനെയും കൂട്ടി നമ്മൾ പുറത്ത് പോയിട്ടില്ലല്ലോ എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. അപ്പോഴത്തേക്ക് അമലിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അമൽ അങ്ങ് പോയി. അഭി അന്നേരം നിന്ന് ആലോചിക്കുക എന്തുകൊണ്ട് ഇവനിങ്ങനെ പറഞ്ഞു എന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന പ്രഭാവതിയാണ്. പ്രഭാവതി മുതലാളി ഇങ്ങനെ കയറി നിൽക്കുക. അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അച്ഛനങ്ങ് പോയെന്നും പറഞ്ഞിട്ട് തള്ളയുടെ മുന്നിലേക്ക് മകൾ വന്നു. അച്ഛൻ്റെ നല്ല മനസ്സുകൊണ്ട് അച്ഛന് കൂടുതൽ അനുഭവിക്കാതെ പോകാൻ കഴിഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അങ്ങ് ഇതാക്കുക. അച്ഛൻ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് അമ്മയും കരുതി കാണില്ലല്ലേ എന്ന് അമർന്ന് ഇങ്ങനെ ചോദിച്ചു. കുറച്ച് കാലം കൂടി കിടന്ന് അനുഭവിക്കട്ടെ എന്ന ചിന്തയായിരിക്കും അമ്മയുടെ മനസ്സിലല്ലേ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത എന്തായിരുന്നു നിനക്ക് എങ്ങനെ അറിയാമെന്ന് അമ്മ ചോദിക്കുമ്പം അതിന് കൂടുതൽ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അമ്മേ. ഈ ഇടയായിട്ട് അമ്മ അച്ഛനോട് കാണിച്ച പെരുമാറ്റത്തിൽ നിന്ന് തന്നെ എല്ലാം മനസ്സിലാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് മകൾ അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ ഉത്തരം മുട്ടി ഇങ്ങനെ നിൽക്കുക. എന്തായാലും ഒന്നിനു വേണ്ടി കാത്തു നിൽക്കാതെ അച്ഛനങ്ങ് പോയല്ലോ, അമ്മയ്ക്ക് സമാധാനമായാലും ചോദിച്ചു. ഇനി അമ്മയുടെ മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്ക്. അച്ഛൻ അമ്മയോട് ചെയ്ത ദ്രോഹം എന്താണെന്ന് ചോദിച്ചു നോക്ക്. മൂന്നാറിലെ എസ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ അച്ഛനെടുത്ത തീരുമാനത്തിൻ്റെ പേരിലാണ് എങ്കിൽ അച്ഛൻ ആ തെറ്റ് തിരുത്തിയില്ലേന്ന് ചോദിച്ചു. എന്നിട്ട് അമ്മ അച്ഛനോട് ക്ഷമിച്ചോ എന്ന് ചോദിച്ചു. അമ്മ പറയാൻ തുടങ്ങുന്ന കണക്കുകൾ ഇനിയും ഉണ്ടെങ്കിൽ അമ്മയെ വിവാഹം ചെയ്യുന്നതിന് മുൻപേ അച്ഛൻ ആ കുഞ്ഞിൻ്റെ കാര്യം അമ്മയോട് പറഞ്ഞിരുന്നല്ലേന്ന് ചോദിച്ചു. അപ്പം നീ എന്നെ ചോദ്യം ചെയ്യാൻ വന്നതാണോ എന്ന് അമ്മ മോളോട് ചോദിക്കുമ്പം അല്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. അച്ഛൻ്റെ മുറിയിൽ വന്ന് അച്ചാച്ചനെ കാണണമെന്നും പറഞ്ഞ് പൊന്നു വിങ്ങി പൊട്ടി കരയുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു പോയതാണെന്നും അച്ഛനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും എന്ന് കരുതിയല്ല ആ കുഞ്ഞ് നിലവിളിച്ച് കരയുന്നതെന്ന കാര്യം അമൃത ഇങ്ങനെ പറഞ്ഞു. അച്ഛനിൽ നിന്ന് അവൾക്ക് കിട്ടിയ സ്നേഹം അവൾ തിരിച്ചു പ്രകടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു അമൃത ഈ തള്ളയെ അവിടെ ഇട്ട് പൊളിച്ചടുക്കുവാണ്. ആ അച്ഛൻ്റെ ജീവന് വേണ്ടി ദൈവത്തിനെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ അമ്മയ്ക്ക് ഇത്രയും കാലത്തിനോട് ഇടയ്ക്ക് തോന്നിയോ എന്ന് അമൃത ചോദിക്കുന്നു. അമ്മയ്ക്ക് വലുത് സ്വത്തായിരുന്നു, പണമായിരുന്നു, അമ്മയുടെ വാശിയായിരുന്നു. അതിനുവേണ്ടി അമ്മ കളിച്ചത്. അച്ഛനിന്ന് ഇല്ലമ്മേ,
ഈ സമയത്തെങ്കിലും ജീവിച്ചിരുന്ന അച്ഛൻ്റെ കൂടെ നിന്നും പരിചരിക്കാൻ കഴിയാത്തതിൻ്റെ വേദന അമ്മയ്ക്കുണ്ടോ എന്ന് മകള് ചോദിച്ചപ്പോഴത്തേക്കും വിങ്ങിപ്പൊട്ടി വായും പൊത്തിപ്പിടിച്ച് കരയുക. ശരീരത്തിൽ നിന്ന് ജീവൻ പോകുന്ന സമയം അച്ഛൻ്റെ അരികിൽ അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ന് അമ്മയ്ക്കിപ്പോൾ തോന്നുന്നുണ്ടോ എന്ന് മകള് ചോദിക്കുന്നിടത്തൊന്നും പ്രഭാവതിക്ക് മറുപടിയില്ല. പ്രഭാവതി ഊരിക്ക് തീർന്നിരിക്കുക. അമ്മയെ കുത്തി നോവിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാനിപ്പോൾ ഇത് ചോദിക്കുന്നത്. എന്തെങ്കിലും ഒരു കുറ്റബോധം എൻ്റെ അമ്മയ്ക്ക് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണെന്നും പറഞ്ഞ് എങ്കിൽ എൻ്റെ മനസ്സിന് അതൊരു ആശ്വാസം ആകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അമ്മയുടെ മോളല്ലേ ഞാൻ, അപ്പോൾ എനിക്കും ഇല്ലേ ഒരു ഭർത്താവ്, അപ്പോൾ അമ്മയെപ്പോലെ ഞാനാകാൻ പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അമൃത തള്ളക്കിട്ടുള്ള മറുപടി എല്ലാം ചോദ്യങ്ങളും എല്ലാം കൊടുത്തും ചോദിച്ചും പറഞ്ഞു ഇങ്ങനെ നിൽക്കാം. അമ്മേ, ഒരു തുണയില്ലാതെ പോകുന്നത് അമ്മയ്ക്കല്ലേ എന്ന് ചോദിച്ചു. ആ ഭർത്താവ് മരിച്ചാൽ നഷ്ടം വരുന്ന വേറെ ആർക്കുമല്ല, ഭാര്യയ്ക്കാണെന്ന് പറഞ്ഞു. ഒരു പെണ്ണിനെ അഴിച്ചു വെക്കേണ്ടി വരുന്ന താലിയുടെ മഹത്വം എന്താണെന്ന് നമുക്ക് അറിയാവുന്ന ചോദിച്ചു. ആ താലി അഴിച്ചു വെക്കേണ്ടി വന്നാൽ ആ പെണ്ണിൻ്റെ മുന്നിൽ പിന്നെയുള്ളത് ശൂന്യതയാണ്, ഒറ്റപ്പെടലിൻ്റെ ഇരുട്ടാണെന്നും പറഞ്ഞുകൊണ്ട് അമ്മയെ മകള് പൊളിച്ചടുക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. താങ്ക്